നീതി നടപ്പിലാകട്ടെ, സത്യം ജയിക്കട്ടെ എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ഞാൻ മുന്നേ പറഞ്ഞതുപോലെ തന്നെയാണ്, ഇനി കേസ് കോടതിയിലായി, കോടതി തീരുമാനിക്കട്ടെ എന്നുള്ളത്. അതിലിനി എനിക്ക് മറ്റൊന്നും പറയാനില്ല. റിമാൻഡിലായി, അതാണ് കോടതിക്ക് നീതി എന്ന് തോന്നി ആയി. അതല്ല, ഇത് റിമാൻഡല്ല, ഇന്നിപ്പോൾ ബെയിൽ കൊടുത്തിരുന്നെങ്കിൽ പോലും എനിക്ക് മറ്റൊന്നും അതിൽ പറയാനില്ല. ഇനി കോടതി എന്താണോ തീരുമാനിക്കുന്നത് അതിൽ ഞാൻ പൂർണ്ണമായി തൃപ്തയാണ്. എന്ത് തന്നെ ആയാലും എനിക്കതിൽ മറ്റഭിപ്രായങ്ങളൊന്നും തന്നെ ഇല്ല. ഇപ്പോൾ ഈ അഭിഭാഷകൻ എതിർഭാഗത്തെ മുഖങ്ങൾ ഉയർത്തുമ്പോൾ പറഞ്ഞത് മനഃപൂർവ്വമല്ല, അല്ലെങ്കിൽ ബോധപൂർവമല്ല ഉണ്ടായ ഒരു മർദ്ദനമല്ല, ഷാമിലിയുടെ ഭാഗത്തുനിന്നും മർദ്ദനം ഉണ്ടായി, ആ നിലയ്ക്ക് ഉള്ള പ്രതികരണമാണ് എന്നടക്കമുള്ള വാദമുഖങ്ങൾ ഉയർത്തുന്നുണ്ട്. അതിനുള്ള മറുപടി എന്താണ് ഷാമിലി? അവർക്ക് ഡിഫൻസ് എടുത്തേ പറ്റൂ. നമുക്കറിയാം, ഒരു കേസാകുമ്പോൾ അതിന് 2 വശങ്ങൾ എന്തായാലും ഉണ്ടാകും. സത്യം ആരുടെ കൂടെയാണോ ആ സത്യം ജയിക്കട്ടെ എന്ന് മാത്രമേ എനിക്ക് ഈ അവസരത്തിൽ പറയാനുള്ളൂ. അവരുടെ ഡിഫൻസ് എന്ത് തന്നെയായാലും ആസ് എ ലോയർ ഞാനത് പൂർണ്ണമായും അംഗീകരിക്കുന്നു എന്നുള്ളതാണ്. ഡിഫൻസ് അവർക്ക് അവരുടെ ഭാഗം പറയാം. അത് കോടതിക്ക് കേട്ടിട്ട് ആരുടെ ഭാഗത്താണ് നീതി, ന്യായമെന്ന് കോടതി തീരുമാനിക്കട്ടെ എന്നുള്ളതല്ലാതെ അതിനപ്പുറം എനിക്ക് ഈ കാര്യത്തിൽ മറ്റൊന്നും തന്നെ പറയാനില്ല എന്നുള്ളതാണ്. ഷാമിലിയെ സംബന്ധിച്ചോളം കഴിഞ്ഞ വർഷങ്ങളിൽ ഒരുപാട് 2-3 വർഷങ്ങളായി ഇടയ്ക്കൊക്കെ ഇത്തരം ദുരനുഭവങ്ങൾ ഉണ്ടായെന്ന് പറഞ്ഞു. അപ്പോൾ വേണമെങ്കിൽ ഷാമിലിക്ക് ഈ മർദ്ദനവും സഹിച്ച് വീട്ടിലേക്ക് പോകാമായിരുന്നു. അതല്ല ഉണ്ടായത്. ഒരു ചെറുത്തുനിൽപ്പ് ആവശ്യമെന്ന് തോന്നി, അത് തുറന്നു പറഞ്ഞു. അത് മാധ്യമങ്ങളോടാണ് തുറന്നു പറഞ്ഞത്. അത് തീർച്ചയായും വലിയൊരു അറ്റൻഷനാണ് കേരളത്തിൽ ഉണ്ടായത്. അപ്പോൾ ഒരുപാട് പേര്, അത് ഈ അഭിഭാഷക സമൂഹത്തിലല്ല, ഒരുപാട് എല്ലായിടങ്ങളിലും ഇത്തരം ദുരനുഭവങ്ങൾ പലയിടങ്ങളിലും എല്ലാ സമൂഹത്തിലെല്ലാം ഉണ്ടാകുന്ന ഒരു സംഭവങ്ങൾ ഉണ്ടാകാം. അപ്പോൾ അവർക്കൊക്കെ അത് സഹികെട്ടിരിക്കുന്ന പെൺകുട്ടികൾക്കൊക്കെ ഉള്ള ഒരു മെസ്സേജായി മാറുന്നുണ്ടോ ഷാമിലിയുടെ ഈ പോരാട്ടം? അങ്ങനെ അതിനെക്കുറിച്ച് അങ്ങനെ ആധികാരികമായിട്ട് ഞാൻ ഒന്നും പറയുന്നില്ല. ഇതൊരു പോരാട്ടമാണോ, അങ്ങനെ ഒന്നുമല്ല. എന്നെ അടിച്ചു, അതിനുള്ള ശിക്ഷ കിട്ടട്ടെ, അതിനുള്ള നീതി നടപ്പാക്കട്ടെ എന്നുള്ളതേ ഉള്ളൂ. പിന്നെ ഇതുപോലെ ആർക്കും ഇങ്ങനൊരു അവസ്ഥ വരണ്ട. നല്ല കാര്യമല്ലല്ലോ ആർക്കും ഇങ്ങനൊരു കാര്യം, നമ്മുടെ പ്രൊഫഷനിലായാലും അതല്ല മറ്റേത് പ്രൊഫഷനിലായാലും ഇങ്ങനൊരു കാര്യം ഇനി ആർക്കും സംഭവിക്കാതിരിക്കട്ടെ എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഇത് പ്രചോദനമായി ആരെങ്കിലുമൊക്കെ എടുക്കുകയാണെങ്കിൽ വളരെ നല്ല കാര്യം എന്ന് മാത്രമേ പറയാനുള്ളൂ. കാരണം ഹൃദയമുള്ള ആർക്കും ഒരിക്കലും ഇത് അംഗീകരിക്കാൻ കഴിയില്ല. ആ ദൃശ്യങ്ങൾ എൻ്റെ മുഖമാണ് തെളിവ് എന്നാണ് ഷാമിലി പറഞ്ഞില്ലെങ്കിലും ആളുകൾക്ക് എല്ലാവർക്കും അറിയാമായിരുന്നു. എല്ലാ ഇവിടുത്തെ ടെലിവിഷൻ മീഡിയാസ് മുഴുവൻ നൽകിയ ആ ദൃശ്യങ്ങൾ, ആ മുഖത്തുണ്ട് തെളിവ് തപ്പി എങ്ങും പോകേണ്ട കാര്യമില്ല. അപ്പോൾ കാര്യങ്ങളൊക്കെ എളുപ്പമായിരുന്നെന്ന വിശ്വാസം. ഒപ്പം പിന്തുണച്ച ആളുകളെക്കുറിച്ച് ഇപ്പോൾ ഓർക്കുന്നത് എങ്ങനെയാണ്? എല്ലാവരും, ഈ അഭിഭാഷക സമൂഹം ഉൾപ്പെടെ എല്ലാവരും ഒപ്പം നിന്നിരുന്നുവോ ഷാമിലിക്ക് ഒപ്പം? തീർച്ചയായും എൻ്റെ സഹപ്രവർത്തകരൊക്കെ എല്ലാവരും എൻ്റെ ഒപ്പം തന്നെ ഉണ്ടായിരുന്നു. ബാർ അസോസിയേഷൻ, ബാർ കൗൺസിലൊക്കെ ഇമ്മീഡിയറ്റ് ആക്ഷൻ എടുത്തു. അവരൊക്കെ എന്നെ ചേർത്ത് പിടിച്ചതൊരു ഉത്തമ ഉദാഹരണം തന്നെയാണ്. ഇത്രയും പെട്ടെന്ന് ഒരു ആക്ഷൻ എടുക്കുക, അതൊക്കെ എനിക്ക് സപ്പോർട്ടീവാണ്. എനിക്ക് എല്ലാ ഭാഗത്തു നിന്നും രാഷ്ട്രീയമായും ഒരു പാർട്ടി മാത്രമല്ല, എല്ലാ രാഷ്ട്രീയക്കാരും അവരുടെ പിന്തുണ അറിയിച്ചിട്ടുണ്ടായിരുന്നു. നേരിട്ടും ഫോൺ മുഖേനയും ഒക്കെ വന്നു കണ്ട് അവരുടെ പിന്തുണ അറിയിച്ചു. എല്ലാവരും സപ്പോർട്ട് ചെയ്തു. കേരള ജനത, മീഡിയ, എല്ലാ ഭാഗത്തു നിന്നുള്ള സപ്പോർട്ട് എൻ്റെ സഹപ്രവർത്തകർ എല്ലാവരുടെ ഭാഗത്തു നിന്നും ഉണ്ടായി. പിന്നെ നമുക്കറിയാം, ഒരു കാര്യത്തിന് 2 വശങ്ങളുണ്ട്. എൻ്റെ സീനിയറിൻ്റെ സുഹൃത്തുക്കൾ അദ്ദേഹത്തിൻ്റെ കൂടെ നിൽക്കുന്നതിലും എനിക്ക് യാതൊരുവിധ പരാതിയില്ല. എൻ്റെ കൂടെ അവർ നിന്നില്ലല്ലോ എന്നുള്ള യാതൊരു പരിഭവവും ഇല്ല. എൻ്റെ കൂടെ നിൽക്കുന്നവർ എൻ്റെ കൂടെ, ഇതൊരു മത്സരമൊന്നും അല്ലല്ലോ. ഒരു കുറ്റകൃത്യം നടന്നു, അതിനെന്താണോ നീതിയുക്തമായ കാര്യം അത് നടക്കട്ടെ എന്നുള്ളതല്ലാതെ അതിനപ്പുറം എൻ്റെ പേരിലോ ഈ പറഞ്ഞ പ്രതിയുടെ പേരിലോ മറ്റ് യാതൊരു തരത്തിലുള്ള വാക്ക് തർക്കങ്ങളോ ആരും അവരുടെ സൗഹൃദങ്ങളൊന്നും ആരും ഇല്ലാതാക്കാതിരിക്കട്ടെ. എൻ്റെ കൂടെ ആര് നിന്നാലും നിന്നില്ലേലും എനിക്ക് അതിന് യാതൊരുവിധ പരാതിയും ഇല്ല. നിന്നവരോടും നിൽക്കാത്തവരോടും എല്ലാവരോടും എനിക്ക് നന്ദി മാത്രമേ ഉള്ളൂ. എനിക്ക് ഈ അവസരത്തിൽ എല്ലാവരോടും നന്ദി മാത്രമേ പറയാനുള്ളൂ. കേരള പോലീസ് അവർ എൻ്റെ കൂടെ തന്നെ എനിക്ക് വേണ്ടി അത്രയും നല്ല രീതിയിലാണ് അന്വേഷിച്ചത്. അതിലൊന്നും എനിക്ക് യാതൊരു തർക്കവും ഇല്ല. എല്ലാവരും, ബാർ അസോസിയേഷൻ, ബാർ കൗൺസിൽ,
മീഡിയ, രാഷ്ട്രീയ പ്രമുഖർ, സാമൂഹിക എല്ലാവരും എൻ്റെ കൂടെ തന്നെ ഉണ്ടായിരുന്നു. എല്ലാവരോടുമുള്ള നന്ദി മാത്രമേ പറയാനുള്ളൂ. എൻ്റെ സഹപ്രവർത്തകർ എല്ലാവരോടുമുള്ള നന്ദി മാത്രമേ പറയാനുള്ളൂ. എൻ്റെ കൂടെ നിന്നില്ല എന്ന് പറഞ്ഞിട്ട് എനിക്ക് ആരുമായി പരാതിയോ പരിഭവമോ ഒന്നും തന്നെ ഇല്ല. സൗഹൃദത്തിൻ്റെ പുറത്ത് അദ്ദേഹത്തിൻ്റെ കൂടെ നിൽക്കുന്നവരും അതിലൊന്നും എനിക്ക് യാതൊരുവിധ പരാതിയില്ല. സത്യം ജയിക്കട്ടെ എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. നീതി നടപ്പിലാകട്ടെ. ഇതിപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പാണ്. ഇപ്പോൾ ഇന്ന് ട്രയൽ കോടതി എടുത്ത് കോടതിയിലേക്ക് മുന്നിലേക്ക് കേസ് വരികയാണ്. അപ്പോൾ റിമാൻഡ് ചെയ്യപ്പെടുന്നു. ഇനിയിപ്പോൾ ഈ ട്രയലും കാര്യങ്ങളൊക്കെ ബാക്കി കാര്യങ്ങൾ. അപ്പോൾ അതിലേക്ക് ഈ ഫസ്റ്റ് സ്റ്റെപ്പിൽ തന്നെ നീതി ഉറപ്പായി എന്ന് തന്നെയാണോ വിശ്വസിക്കുന്നത്? അതിൽ ഈ കാര്യങ്ങളൊക്കെ ആയിട്ട് തുടർന്നും അർഹിക്കുന്ന രീതിയിൽ നേരത്തെ പറഞ്ഞത്, ഒരു വേള പ്രതികരണം നടത്തുമ്പോൾ ശ്യാമിലി പറഞ്ഞത് ഈ ഉടുപ്പിട്ടുകൊണ്ട് ഇനി ഒരിക്കലും ഈ വ്യക്തി തൊഴിലെടുക്കാൻ അർഹനല്ല, ആ രീതിയിലുള്ളൊരു പോരാട്ടത്തിലേക്ക് പോകണമെന്ന് പറഞ്ഞതാണ്. അപ്പോൾ ആ നിലയ്ക്കുള്ള നിലപാട് തന്നെയാണോ ഇത് ഇപ്പോഴും ഉള്ളത്? അതല്ല ഈ ഫസ്റ്റ് സ്റ്റെപ്പിൽ തന്നെ നീതി പൂർണ്ണമായും ലഭ്യമായിട്ടുണ്ട് എന്ന തോന്നലാണോ ഉള്ളത്? ഞാൻ പറഞ്ഞല്ലോ, ഇതൊരു പോരാട്ടം, ഇതൊരു മത്സരം, ആ ഒരു രീതിയിൽ കാണണ്ട. ഒരു കുറ്റം നടന്നു, അതിനുള്ള ആക്ഷൻ എന്താന്ന് വെച്ചാൽ അത് നടക്കട്ടെ. പിന്നെ കുപ്പായം, അതിനുള്ള ഇമ്മീഡിയറ്റ് ആക്ഷൻ എന്താന്ന് വെച്ചാൽ ബാർ കൗൺസിലും ബാർ അസോസിയേഷനും എടുത്തു കഴിഞ്ഞു. അതിലും എനിക്കിനി വേറൊരു അഭിപ്രായം പറയാനില്ല. അവരവരുടെ നടപടി എടുത്തത് ഉടനടി ഒന്നും തന്നെ ആലോചിക്കാതെ ഇങ്ങനെ ഒരു പരാതി കേട്ടതും അവർ ഉടനടി ആക്ഷൻ എടുത്തു എന്നുള്ളതാണ്. അതുകൊണ്ട് ഇനി കോടതിയുടെ മുന്നിലിരിക്കുന്ന കാര്യമാണ്. കോടതിയിലിരിക്കുന്ന കാര്യത്തെക്കുറിച്ച് കൂടുതലൊന്നും എനിക്ക് പറയാനില്ല എന്നുള്ളതാണ്. സത്യം ജയിക്കട്ടെ, നീതി നടപ്പിലാകട്ടെ എന്ന് മാത്രം. ഏറ്റവും കൂടുതൽ വേദന ഉണ്ടായത് ഈ സംഭവത്തിന് ശേഷം എന്തായിരിക്കാം? ഈ സംഭവം ഉണ്ടായി 3 ദിവസമായിരുന്നു. അതിനുശേഷം ഏറ്റവും കൂടുതൽ ഉള്ളുവിടഞ്ഞ ഒരു സംഭവം പലപ്പോഴും വന്ന് പറയാമായിരുന്നു. വേദനകളൊക്കെ ഒരുപാട് മനസ്സ് വേദനിച്ചിട്ടുണ്ട് ആ സംഭവത്തിന് ശേഷം ഇത്രയും ദിവസങ്ങൾ കഴിയുമ്പോൾ. അതിനിടയ്ക്ക് കൂടുതൽ നൊമ്പരമുണ്ടായ സംഭവം ഏതായിരുന്നു? വേദന അഫ്കോഴ്സ് ഫിസിക്കൽ വേദന ഇത് തന്നെയാണ്. ഇന്നും എനിക്ക് ഫുഡ് ശരിക്ക് കഴിക്കാൻ പറ്റിയിട്ടില്ല എന്നുള്ളത് വായ്ക്കകത്ത് മുറിവാണ്. അപ്പോൾ അതൊരു വേദനയാണ്. അതല്ലാതെ ഞാൻ മെൻ്റലി ഭയങ്കര വീക്കാണ്. അതിന് കാരണം ഇതുപോലെ ഇത്രയും ഇങ്ങനൊരു പബ്ലിസിറ്റി, ഇത്രയും പബ്ലിസിറ്റി ഒന്നും ഒരിക്കലും ഞാൻ ആഗ്രഹിച്ചിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. അതാണ് ഒന്നാമത്തെ കാര്യം. അപ്പോൾ ആ ഒരു പബ്ലിസിറ്റി വന്നപ്പോൾ എനിക്കൊരിക്കലും അത് മെൻ്റലി അക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയില്ല. ഞാൻ ഒരിക്കലും ആഗ്രഹിച്ച കാര്യമല്ല ഇങ്ങനൊരു പബ്ലിസിറ്റി, ഞാനൊരു ചർച്ചാ വിഷയമാകുക എന്നുള്ളത് ഞാൻ സ്വപ്നത്തിൽ പോലും ചിന്തിച്ചിട്ടുള്ള കാര്യം അല്ല. അതെന്നെ മെൻ്റലി ഭയങ്കരമായിട്ട് ചെയ്യുന്നു. പിന്നെ എനിക്കറിയാവുന്ന കാര്യമാണ്, ആസ് എ ലോയർ എനിക്കത് വളരെ നന്നായിട്ട് അറിയാവുന്ന കാര്യമാണ്. സോഷ്യൽ മീഡിയ നെഗറ്റീവ് പോസിറ്റീവ് എല്ലാം ഉണ്ടാകും. എൻ്റെ കാര്യത്തിൽ അത് ഒത്തിരി പോസിറ്റീവ് തന്നെയാണ്. എന്നിരുന്നാലും അതിൽ നെഗറ്റീവ് വരുന്നുണ്ട്. അതിലെനിക്ക് ആരോടും ഒരു പരാതിയില്ല. പക്ഷേ എന്ത് നെഗറ്റീവാണ് ശ്യാമിലി? എന്ത് നെഗറ്റീവാണ്? കാരണം ഈ ഒരു ഘട്ടം എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞുവല്ലോ, മുഖമാണ് തെളിവ്. ആ മുഖം ലോകത്തിന് മുഴുവൻ അല്ലെങ്കിൽ മലയാളിക്ക് മുഴുവൻ അറിയാം. ശ്യാമിലിയേറ്റ പ്രഹരത്തിന്റെ കാര്യം വേറെ എങ്ങും പോകണ്ട. അപ്പോൾ പിന്നെ ഒരു നെഗറ്റീവ് ഒരു രീതിയിലേക്കുള്ള ഒരു നരേറ്റീവ് ഉണ്ടാകേണ്ട കാര്യം എന്താണ്? നെഗറ്റീവ് സംഭവത്തെക്കുറിച്ച് യാതൊരു വിവരവും ഇല്ലാതെ പറയുന്ന ഓരോരോ കാര്യങ്ങൾ ജനങ്ങൾ അവർ കാണുന്നതും കേൾക്കുന്നതും ഒക്കെ ആയിട്ട് പറയുന്നു. എൻ്റെ മുഖത്ത് കാണുന്ന പാടുകൾ മേക്കപ്പ് ഇട്ടേക്കുന്നതാണ്, ലിപ്സ്റ്റിക്ക് തേച്ചേക്കുകയാണെന്നൊക്കെ പറയുന്നുണ്ട്. അവരോടൊന്നും എനിക്ക് ഒന്നും തന്നെ പറയാനില്ല എന്നുള്ളതാണ്. അത് അനുഭവത്തിൽ വരുമ്പോഴേ അത് അറിയാൻ പറ്റത്തുള്ളൂ. പക്ഷേ ഞാൻ പറയട്ടെ, ആർക്കും ഇങ്ങനൊരു അനുഭവം ഒരിക്കലും ഉണ്ടാവരുത് എന്നുള്ളതാണ്. പക്ഷേ മെൻ്റലി ഭയങ്കര വീക്കായിരുന്നു. വീട്ടിൽ ഞാൻ ഭയങ്കര പ്രശ്നമായിരുന്നു. എനിക്കിതൊട്ടും എൻ്റെ മെൻ്റൽ ഹെൽത്തിനെ അത് വളരെയധികം തന്നെ ബാധിച്ചു എന്നുള്ളത് വളരെ സത്യസന്ധമായിട്ടുള്ള കാര്യമാണ്. പക്ഷേ ലൈഫാണ്, നമ്മളിതൊക്കെ നേരിടേണ്ടി വരും എന്നെനിക്കിപ്പോൾ മനസ്സിലായി. ഒരിക്കലും ഞാൻ ഇങ്ങനെയൊക്കെ എൻ്റെ ലൈഫ് ആകും എന്നൊരിക്കലും ഞാൻ ചിന്തിച്ചിട്ടില്ല. അപ്പോൾ ഇങ്ങനെയൊക്കെ ആയപ്പോൾ അത് ആ ഒരു മെൻ്റൽ ട്രോമ അതെന്നെ ഇപ്പോഴും ഉണ്ട് എന്നുള്ളത് തന്നെയാണ്. പക്ഷേ ഞാനത് ഓവർകം ചെയ്യും എന്നുള്ളൊരു വിശ്വാസം എനിക്കുണ്ട്. എൻ്റെ ചുറ്റും ഒത്തിരി 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 നല്ല മനുഷ്യരുണ്ട്. അവരോടൊക്കെ നന്ദി. എന്നെ ചേർത്ത് പിടിക്കുന്നതിന് ഒരുപാട് ഒരുപാട് നന്ദി.
തീർച്ചയായും എൻ്റെ മെൻ്റൽ ഹെൽത്തൊക്കെ ഓക്കെ ആയി പഴയതുപോലെ ആകും എന്നുള്ള വിശ്വാസം എനിക്കുണ്ട്. ആകുമല്ല, ആകണം ശ്യാമിലി. അതായത് ഈ നാട്ടിൽ അമ്മയെ തല്ലിയാൽ പോലും രണ്ടഭിപ്രായമുള്ള നാടാണ്. സ്വന്തം പെറ്റമ്മയെ തല്ലിയാൽ പോലും മകൻ തല്ലിയാൽ പോലും രണ്ടഭിപ്രായമുള്ള നാടാണ്. അപ്പോൾ അത് ശ്രമിക്കാതിരിക്കുക. ഇനി എങ്ങനെയാണ് അടുത്ത പ്ലാനിങ്? ഈ എന്നോട്ട് ജോലിയിൽ പ്രവേശിക്കണം, പുതിയൊരു ഇടത്തേക്ക് ആണോ? അതിനുള്ള നീക്കങ്ങൾ അങ്ങനെ ആരെങ്കിലും പിന്തുണ അറിയിച്ചിട്ടുണ്ടോ? അസോസിയേഷൻ്റെ ഭാഗത്തു നിന്നും സഹപ്രവർത്തക ഭാഗത്തു നിന്നും ഒക്കെയുള്ള ഒരു പിന്തുണ. ഇനി ജോലിയിലേക്ക് എന്ന് ശാരീരിക ക്ഷമതയോടുകൂടി മാനസിക ക്ഷമതയോടുകൂടി കടക്കാൻ കഴിയും? അതിനെക്കുറിച്ചൊന്നും ഞാൻ ഇപ്പോൾ അങ്ങനെ അതിനെക്കുറിച്ചൊന്നും ചിന്തിക്കുന്നില്ല. കാരണം അതിനെക്കുറിച്ചൊക്കെ ചിന്തിക്കാനുള്ള ഒരു മാനസികാവസ്ഥയിലല്ല ഞാൻ. പിന്നെ അസോസിയേഷൻ്റെ പിന്തുണ ഞാൻ പറഞ്ഞല്ലോ, പരാതി കിട്ടിയതും അവർ എടുത്ത ആക്ഷൻ തന്നെയാണ് എനിക്ക് അവരറിയിച്ച പിന്തുണ. വളരെ എന്നെ അത്രയും ചേർത്ത് പിടിച്ചു എന്നുള്ളത് തന്നെയാണ്, അതിൽ യാതൊരു തർക്കവും ഇല്ല. പിന്നെ ഞാൻ കോടതിയിൽ പോകുന്ന കാര്യം അതൊക്കെ എൻ്റെ ഹെൽത്തും എൻ്റെ ഫിസിക്കൽ ഹെൽത്തും മെൻ്റൽ ഹെൽത്തും ഒക്കെ ഓക്കെ ആക്കിയിട്ട് ഞാൻ പോകും. അത് ഇപ്പോൾ എന്തായാലും നിലവിൽ അതിനെക്കുറിച്ചൊന്നും ഞാൻ തീരുമാനിച്ചിട്ടില്ല എന്നുള്ളതാണ്. തീർച്ചയായും ശ്യാമിലി, വളരെയധികം നന്ദി.